നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നാം പരിചയപ്പെടാൻ പോകുന്നത് രാശിചക്രത്തിലെ 6ാമത്തെ രാശിയായിട്ടുള്ള കന്നി രാശിയെ കുറിച്ചാണ്. ഇത് ഭാരതീയ ജ്യോതിഷ പ്രകാരമല്ല, വെസ്റ്റേൺ അസ്ട്രോളജി അഥവാ പാശ്ചാത്യ ജ്യോതിഷ സമ്പ്രദായ പ്രകാരമുള്ള കന്നി രാശിക്കാരുടെ സമ്പൂർണ്ണ ഫലമാണ്. സ്വഭാവ സവിശേഷതകളും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട്. വളരെ വിലപ്പെട്ട അറിവാണ്. രാശിചക്രം കണക്കാക്കുന്നതിലെ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ശരി തന്നെയാണ്. അതുകൊണ്ട് തന്നെ കന്നിക്കൂറുകാർക്കും ഈ ഫലങ്ങളെ, അതായത് സ്വഭാവ സവിശേഷതകളെ കേൾക്കാനാകും, അല്ലെങ്കിൽ അവരുടെ ജീവിതവും ഇതുതന്നെ ആയിരിക്കും എന്ന് നമുക്ക് പറയണം. കന്നിരാശിക്കാരുടെ സ്വഭാവ സവിശേഷതകൾ, അവരുടെ ഗുണങ്ങൾ, ദോഷങ്ങൾ, പുരുഷന്മാരുടെയും വനിതകളുടെയും പ്രത്യേകതകൾ, ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാം തന്നെ നമുക്ക് വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ അറിയാം. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണാൻ മറക്കാതിരിക്കുക. കന്നിരാശി, അതിന് പാശ്ചാത്യ ജ്യോതിഷ പ്രകാരം വിർഗോ എന്നാണ് പേര്. രാശിചക്രത്തിൽ 150 ഡിഗ്രി മുതൽ 180 ഡിഗ്രി വരെയാണ് കന്നിരാശിയുടെ സ്ഥാനം. നാം നക്ഷത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയും ജനിച്ച സമയത്തെ അടിസ്ഥാനപ്പെടുത്തിയും ഒക്കെയാണ് രാശി കണക്കാക്കുന്നത് എങ്കിൽ, അതായത് കൂറ്, ലഗ്നം എന്നിങ്ങനെയൊക്കെയാണ് കണക്കാക്കപ്പെടുന്നതെങ്കിൽ, പാശ്ചാത്യ ജ്യോതിഷ സമ്പ്രദായ പ്രകാരം മാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് കണക്കാക്കുന്നത്. രാശിചക്രത്തിലെ 6ാമത്തെ രാശിയാണ് കന്നിരാശി എന്ന് പറഞ്ഞു. കന്നി എന്നാൽ കന്യക എന്നാണ് അർത്ഥം. അതായത് വിർഗോ, ഇംഗ്ലീഷിലും അതേ പേര് തന്നെയാണ് വരുന്നത്, വിർഗോ. ഓഗസ്റ്റ് 23 മുതൽ സെപ്റ്റംബർ 22 വരെയുള്ള ദിവസങ്ങളിൽ ജനിക്കുന്നവരാണ് കന്നിരാശിയിൽ പെടുന്നത്. കന്നിരാശി എന്നത് ഉഭയരാശിയാണ്, അതായത് ദ്വന്ദ്വരാശി എന്ന് പറയാം. അതുകൊണ്ട് തന്നെ രണ്ട് സ്വഭാവം, ഇരട്ട സ്വഭാവം ഇവരിൽ ഉണ്ടാകും. ഇത് ഭൂമി തത്വ പ്രധാനമായിട്ടുള്ള ഒരു രാശിയാണ്. കൊയ്ത്ത് കാലത്തിന്റെ തുടക്കത്തെ സൂചിപ്പിക്കുന്ന രാശിയാണ് കന്നിരാശി. കാലപുരുഷന്റെ രാശി അവയവ സങ്കല്പത്തിൽ കന്നിരാശി വരുന്നത് വയറിന്റെ അടിയിലുള്ള വികിരണ രശ്മി വ്യൂഹം അഥവാ സോളാർ പ്ലക്സസ്, ശരീരാന്തർഭാഗം, കുടൽ, ഉദര സംബന്ധമായിട്ടുള്ള സ്ഥലങ്ങൾ, ഉദരകോശങ്ങൾ തുടങ്ങിയവയൊക്കെയാണ് ഈ രാശി സൂചിപ്പിക്കുന്നത്. കന്നിരാശിയുടെ അധിപൻ ബുധനാണ്. ഇതിന്റെ രത്നം സഫയറാണ്. പുഷ്പമായിട്ട് പറയുന്നത് ആസ്റ്റർ എന്ന പുഷ്പമാണ്. 6ാമത്തെ രാശി ആയതുകൊണ്ട് തന്നെ വേനൽക്കാലം അവസാന കാലത്തിലേക്ക് നീങ്ങുന്നു എന്ന് സൂചന നൽകുന്ന രാശിയാണ്. കന്യകയാണെങ്കിൽ പോലും ഈ രാശിയുടെ സ്വരൂപം പക്വമായിട്ടുള്ള പ്രായപൂർത്തിയായ അവസ്ഥയിലേക്ക് അടുത്ത് നിൽക്കുന്ന സ്വരൂപമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ഗൗരവതരമായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് നല്ല ഉത്തമ ബോധമുണ്ടായിരിക്കും. കന്യകാത്വത്തിന്റെ ലജ്ജാഭാവങ്ങളിൽ നിന്നും പുറത്തു വന്നുകൊണ്ട് പ്രായപൂർത്തിയുടെ ഗൗരവ തലങ്ങളിലേക്ക് കടക്കാനുള്ള വെമ്പലാണ് ഈ രാശിയുടെ പൊതു സ്വഭാവം. നിയതമായ രീതിയിൽ ചിന്തിച്ചാൽ ഈ രാശിക്കാർ ഉപരിപ്ലവമല്ലാത്ത, പ്രയത്നശീലമല്ലാത്ത, അതേസമയം വിശ്രമ സ്വഭാവമുള്ള, മനസാക്ഷി പ്രകാരം പ്രവർത്തിക്കുന്ന, സേവന മനോഭാവ സ്വഭാവമുള്ള വ്യക്തികളായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ മനസ്സ് നല്ലതും ഇവരുടെ ചിന്തകൾ പരിശുദ്ധവുമായിരിക്കും. എന്നാൽ നിഷേധാത്മക സ്വഭാവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്വകേന്ദ്രീകൃതരാണ് എന്ന് പറയാം, അതായത് സെൽഫ് സെന്റേഡ് എന്ന് പറയാം. ഇവർ നികൃഷ്ടതയുള്ളവരും, തലനാരിഴ വരെ ശ്രദ്ധിച്ച് പരിശോധിക്കുന്നവരും, കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നവരും, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നവരും, ചിലപ്പോഴൊക്കെ സ്വാർത്ഥരുമാകും. ഇവരുടെ ചിന്തകൾക്കും ചിലപ്പോഴെങ്കിലും ദോഷ സ്വഭാവം കണ്ടേക്കാം. മുകളിൽ പറഞ്ഞ 2 തരത്തിൽ ചിന്തിച്ചാലും ഈ രാശിക്കാർക്ക് പക്വതയിലേക്ക് നീങ്ങാനുള്ള വാസനകൾ കാണും. ഇവർ രാജ്യതന്ത്രജ്ഞരോ സാധാരണ രാഷ്ട്രീയക്കാരോ ക്ഷമാശീലമുള്ള ഗവേഷകരോ മനുഷ്യ സേവകരോ ആകാവുന്നതാണ്. ഇവർ നന്മ നിറഞ്ഞ ദിശയിലേക്കോ തിന്മ നിറഞ്ഞ ദിശയിലേക്കോ നീങ്ങണമോ എന്നുള്ളത് ഇവർ തന്നെ സ്വയം തിരഞ്ഞെടുക്കേണ്ട ഒരു പ്രക്രിയയാണ്. ദ്വന്ദ്വ സ്വഭാവമുള്ള ഇരട്ട രാശി ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ചായവും ഉണ്ടാകാം. അത് ഇവരാണ് ശരിയായ വഴി തിരഞ്ഞെടുക്കേണ്ടത്. ഇനി നമുക്ക് കന്നിരാശിയിൽ ജനിച്ച പുരുഷന്മാരുടെ സ്വഭാവ സവിശേഷതകൾ വിശേഷമായിട്ടൊന്ന് പറയാം. ഈ വ്യക്തികളിൽ നിന്ന് രോമാഞ്ചജനകമായിട്ടുള്ള കാൽപ്പനികത്വം പ്രതീക്ഷിക്കേണ്ടതില്ല. ഇവരിൽ വൈകാരികതയേക്കാൾ മേധാശക്തിയാണ് മുന്നിട്ട് നിൽക്കുക. കന്നിരാശി പുരുഷന്മാർ ഭാര്യമാർക്ക് ആവശ്യമുള്ളതെല്ലാം നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുന്നവരാണ്. ഇവരുടെ ഭാര്യമാർക്ക് പെട്ടെന്ന് ക്ഷോഭിക്കുന്ന പ്രകൃതം ഇല്ല
എങ്കിൽ ഈ രാശിക്കാർ നല്ല ഭർത്താക്കന്മാരായിരിക്കും. അതായത് ഇവരുടെ ഭാര്യമാർ പെട്ടെന്ന് ക്ഷോഭിക്കുന്നവരാകാൻ പാടില്ല എന്നർത്ഥം. ഒരു ശരാശരിയായിട്ടുള്ള കന്നി രാശിക്കാരൻ കുഴപ്പങ്ങൾക്ക് കാരണക്കാരനാകുകയില്ല. എന്നാൽ ഇവർ ശല്യങ്ങൾക്ക് വഴങ്ങുന്നവനുമല്ല. ഈ രാശിക്കാരൻ മാറ്റം ഇഷ്ടപ്പെടുന്നില്ല. തന്റെ സ്വന്തം സത്വത്തിൽ നിന്നും ഗ്രഹത്തിൽ നിന്നും മാറാൻ അവർ ആഗ്രഹിക്കുന്നുമില്ല. ഗ്രാമപ്രദേശം, ചെറുപട്ടണം തുടങ്ങിയ സ്ഥലങ്ങളോടാണ് ഇവർക്ക് പൊതുവെ ആഭിമുഖ്യം. പ്രേമബന്ധങ്ങളിൽ സ്വയം കീഴടങ്ങി പോകാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. കീഴടക്കുക എന്ന ആശയത്തോട് ഇവർക്ക് താല്പര്യം ഉണ്ടാവുകയില്ല. ഇവരുടെ ഈ സ്വഭാവം കൊണ്ട് തന്നെ സ്ത്രീ ജനങ്ങളുടെ ഇടയിൽ ഈ രാശിക്കാർ പ്രശസ്തരാകും. മറ്റു സ്ത്രീകളോടും ഇവർ പ്രേമഭാവത്തോടുകൂടി പെരുമാറുന്നതാണ്. എന്നാൽ കുടുംബ ഭദ്രതയെ അത് തകർക്കുകയുമില്ല. ഇനി കന്നിരാശിയിൽ ജനിച്ച പാശ്ചാത്യ ജ്യോതിഷപ്രകാരമുള്ള വനിതകളുടെ സ്വഭാവ സവിശേഷതകളെയും കൂടി പറയാം. കന്നിരാശി വിദ്യാകാരകനായിട്ടുള്ള ബുധന്റെ രാശിയാണ്. അതുകൊണ്ട് തന്നെ ഈ രാശിയിൽ ജനിച്ച സ്ത്രീകൾ ബുദ്ധിമതികളായിരിക്കും. ഏത് കാര്യത്തിന്റെയും വിശദാംശങ്ങൾ ഇവർ ശ്രദ്ധിക്കും. ഇവർ പ്രശ്നങ്ങളെയൊക്കെ ശരിയായി പഠിക്കുന്നു. തങ്ങളുടേതായിട്ടുള്ള മാർഗങ്ങൾ ഇവർ ഇക്കാര്യത്തിൽ ഉപയോഗിക്കുന്നു. എന്നാൽ കന്നിരാശിക്കാരായിട്ടുള്ള വനിതകളുടെ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ അതിരുവിട്ടു പോകാതെ ശ്രദ്ധിക്കേണ്ടതുമാണ്. തങ്ങളുടെ ആശയങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്വഭാവം ചിലപ്പോൾ ദോഷകരമായി മാറാവുന്നതുമാണ്. തങ്ങളെ പറ്റി തന്നെ അധികം സംസാരിക്കുന്ന സ്ത്രീകളെ ചില പുരുഷന്മാർ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അങ്ങനെയുള്ള സമയത്ത് കന്നിരാശിക്കാരായിട്ടുള്ള ഇത്തരം സ്ത്രീകളെ ഭർത്താക്കന്മാർ അല്പം അകൽച്ചയോടുകൂടി കാണാം. അത് കന്നിരാശിയിൽ ജനിച്ച സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആ കാര്യങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് കന്നിരാശിയിൽ ജനിച്ച സ്ത്രീകളെ അവരുടെ ഭർത്താക്കന്മാർ അറിയേണ്ടതുമാണ്. പരസ്പരം ഇങ്ങനെ പോരായ്മകളെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ദാമ്പത്യ ജീവിതം സുഖകരമാകും. ഈ രാശിക്കാരിൽ ഉള്ള സ്ത്രീകൾക്ക് വിമർശന സ്വഭാവം കാണും. മറ്റുള്ളവരെ അഭിനന്ദിക്കാൻ തയ്യാറാകാതെയും വരും. മകരം, ഇടവം എന്നീ രാശികളിൽ ജനിച്ച പുരുഷന്മാർ കന്നിരാശിയിൽ ജനിച്ച സ്ത്രീകൾക്ക് നല്ല ഭർത്താക്കന്മാരായിരിക്കും. കന്നിരാശിയിൽ ജനിച്ച വനിതകൾ വിമർശനങ്ങൾ കുറയ്ക്കണം. ഭർത്താക്കന്മാരുടെ സ്വഭാവത്തിലെ നല്ല വശങ്ങൾ കാണാനുള്ള ശ്രമവും പ്രോത്സാഹിപ്പിക്കാനും നല്ലത് പറയാനുള്ള ശ്രമവും നടത്തണം. ഇത്രയുമാണ് കന്നിരാശിയെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ അറിവ് മറ്റുള്ളവരിലേക്കും എത്തട്ടെ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നും ഞാൻ ചെയ്യുന്ന വീഡിയോകൾ കാണുവാനായിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് കൂടി അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള ജ്യോതിഷ, ആത്മീയ, ഋഷിപ്രോക്തങ്ങളായിട്ടുള്ള വീഡിയോകൾക്കായി ഋഷിപ്രോക്തം എന്ന ചാനൽ തുടർന്നും പ്രോത്സാഹിപ്പിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.